പശ്ചിമേഷ്യൻ യുദ്ധഭൂമിയിൽ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും പുതിയ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈനിക അവകാശവാദങ്ങളെ പാടെ നിഷ്പ്രഭമാക്കുന്നതാണ്. ആഴ്ചകൾ നീണ്ട അതിശക്തമായ ബോംബാക്രമണങ്ങൾക്കും മിസൈൽ വർഷങ്ങൾക്കും ശേഷവും ഇറാന്റെ മിസൈൽ പ്രഹരശേഷിക്ക് കാര്യമായ പോറലൊന്നും ഏറ്റിട്ടില്ലെന്നാണ് പുതിയ വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത്. 10,000-കണക്കിന് ലക്ഷ്യസ്ഥാനങ്ങൾ തകർത്തുവെന്ന് വാഷിംഗ്ടൺ അവകാശപ്പെടുമ്പോഴും തങ്ങളുടെ ഭൂഗർഭ ബങ്കറുകളും തകർന്ന മിസൈൽ സൈലോകളും മണിക്കൂറുകൾക്കുള്ളിൽ പുനഃസ്ഥാപിക്കാൻ ഇറാന് കഴിയുന്നുണ്ട്. ഇത് പെന്റഗണിനെ പോലും അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള അതിവേഗ പുനർനിർമ്മാണമാണ്. ശത്രുവിന്റെ കണ്ണുവെട്ടിച്ച് മിസൈൽ വിക്ഷേപണ ശൃംഖലകൾ ഇപ്പോഴും സജീവമായി നിലനിർത്താൻ ടെഹ്റാന് കഴിയുന്നുണ്ട്. ഇത് യുദ്ധഗതിയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകവുമാണ്. അമേരിക്കയുടെ പക്കലുള്ള ഏറ്റവും വിനാശകാരിയായ ബോംബുകൾ ഉപയോഗിച്ചിട്ടും ഇറാന്റെ എത്ര മിസൈൽ വിക്ഷേപണികൾ യഥാർത്ഥത്തിൽ തകർക്കപ്പെട്ടു എന്ന കാര്യത്തിൽ വാഷിംഗ്ടണിന് ഇപ്പോഴും വ്യക്തതയില്ല. ഇതിന് പ്രധാന കാരണം ഇറാൻ പയറ്റുന്ന തന്ത്രപരമായ കബളിപ്പിക്കലുകളാണ്. യഥാർത്ഥ മിസൈലുകൾക്ക് പകരം കൃത്രിമമായ മാതൃകകൾ നിരത്തിയും മിസൈലുകൾ നിരന്തരം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന മൊബൈൽ ലോഞ്ചറുകൾ ഉപയോഗിച്ചും അമേരിക്കൻ നിരീക്ഷണ സംവിധാനങ്ങളെ ഇറാൻ തെറ്റായ ലക്ഷ്യങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. ഭൂനിരപ്പിൽ നിന്ന് 440 മീറ്ററിലധികം ആഴത്തിലുള്ള അതിരഹസ്യമായ മിസൈൽ നഗരങ്ങൾ ഇന്നും സുരക്ഷിതമാണെന്ന വാർത്തകൾ ട്രംപ് ഭരണകൂടത്തിന് വലിയൊരു നയതന്ത്ര സൈനിക തിരിച്ചടിയാണ്. ആയിരക്കണക്കിന് വ്യോമാക്രമണങ്ങൾ നടത്തിയിട്ടും ഇറാന്റെ ആയുധ ശേഖരത്തെ തളർത്താൻ കഴിഞ്ഞോ എന്ന കാര്യത്തിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ ഇപ്പോൾ സംശയങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. യുദ്ധഭൂമിയിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുന്നത് ഇറാന്റെ വ്യോമ പ്രതിരോധ സേന കൈവരിച്ച അപ്രതീക്ഷിത വിജയങ്ങളാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അമേരിക്കയുടെ കരുത്തുറ്റ യുദ്ധവിമാനങ്ങളായ F-15E, A-10 വാൾഹോഗ് എന്നിവ വെടിവെച്ചിട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിനു പുറമെ ശത്രുവിന്റെ കണ്ണിലുണ്ണിയായ MQ-9 റീപ്പർ ഡ്രോണുകൾക്കും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും മികച്ച വ്യോമസേനയെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയ്ക്ക് തങ്ങളുടെ അത്യാധുനിക വിമാനങ്ങൾ ഓരോന്നായി നഷ്ടപ്പെടുന്നത് ആഗോളതലത്തിൽ അവരുടെ സൈനിക മേധാവിത്വത്തെ ചോദ്യം ചെയ്യുന്നതിലേക്ക് നയിച്ചിരിക്കുകയാണ്. ഇറാന്റെ പക്കൽ ഇപ്പോഴും ഇസ്രായേലിനെയും അയൽ രാജ്യങ്ങളെയും തകർക്കാൻ ശേഷിയുള്ള ആയിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ അവശേഷിക്കുന്നുണ്ടെന്ന മുന്നറിയിപ്പ് മേഖലയെ മുഴുവൻ ഭീതിയിലാഴ്ത്തുന്നുണ്ട്. ഈ സാഹചര്യം വാഷിംഗ്ടണിന് മേൽ വലിയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. യുദ്ധം ജയിച്ചുവെന്ന മുൻപത്തെ അവകാശവാദങ്ങൾ വെറും പൊള്ളയാണെന്ന് തെളിയുന്നത് ട്രംപിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനെ പോലും ബാധിച്ചേക്കാം. ഇറാന്റെ സൈനിക പ്രതിരോധം അപ്രതീക്ഷിതമായി കരുത്തുറ്റതാകുന്നതും അമേരിക്കൻ വിമാനങ്ങൾ തകരുന്നതും പശ്ചിമേഷ്യയിൽ ഒരു പുതിയ ശക്തി സമവാക്യം രൂപപ്പെടുന്നതിന്റെ സൂചനയാണ്. കേവലം ബോംബാക്രമണങ്ങൾ കൊണ്ട് കീഴടങ്ങുന്നവരല്ല ഇറാൻ എന്ന യാഥാർത്ഥ്യം അമേരിക്ക തിരിച്ചറിയേണ്ടി വന്നിരിക്കുന്നു. സംഘർഷം ഓരോ നിമിഷവും സങ്കീർണമായി കൊണ്ടിരിക്കുമ്പോൾ മേഖലയിൽ ഒരു വലിയ സ്ഫോടനം ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. സമാധാന ചർച്ചകൾക്ക് പകരം പ്രതികാരത്തിന്റെ കനലുകൾ ആളിക്കത്തുന്ന ഈ യുദ്ധം ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്നായി വളർന്നിരിക്കുകയാണ്.